നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ 53 വയസ്സുള്ള മാരിയപ്പൻ, 44 വയസ്സുള്ള മുരുകേശൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ ബസ് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് മറ്റ് 2 പേർക്കും പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തൃശൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് തമിഴ്നാട് സ്വദേശികളെ സ്വകാര്യ ബസ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന ഇരുവരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാരിയപ്പൻ മരിച്ചിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം മുരുകേശനും മരണത്തിന് കീഴടങ്ങി. ഇതേ ബസ് തട്ടി പരിക്കേറ്റ ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഉണ്ടായിരുന്നവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഒരു ആക്സിഡന്റ് ആവുമ്പോൾ മാത്രം പോലീസ് വരും, ഇവിടെ നിയന്ത്രിക്കും. പിന്നെ ഇവിടെ പോലീസ് ഒന്നുമില്ല. ഏതൊരു വാഹനമാണെങ്കിലും ആ വാഹനത്തിന്റെ എൻഡിൽ നിന്ന് ഇവിടെ നിർത്തേണ്ട ബസ് വരണ്ടോ? പാലത്തിന് അടിക്കൂടെ വരുന്ന ബസ്സാണ് അതുകൊണ്ട് അടിക്കൂടെ വരുന്നത്. കൊപ്പം പുലാശ്ശേരി വട്ടപ്പറമ്പിലെ ചെങ്കൽ ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് മുഹമ്മദ് മുസിൻ MLA ആവശ്യപ്പെട്ടു. ചെങ്കൽ ക്വാറി MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വിഷയം മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചു. കൊപ്പം പഞ്ചായത്തിലെ വട്ടപ്പറമ്പിലെ ചെങ്കൽ പാറമടയ്ക്ക് സമീപം വിള്ളൽ രൂപപ്പെട്ടതും ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്നതുമാണ് നാട്ടുകാരിൽ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നത്. തുടർന്ന് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് തഹസിൽദാർക്കും തുടർന്ന് ജിയോളജി വകുപ്പിനും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ തുടർ നടപടികൾ എവിടെയും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് MLAയുടെ നേതൃത്വത്തിൽ പാറമട സന്ദർശിച്ച് നിലവിലെ സ്ഥിതി വിലയിരുത്തിയത്. നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കാനാവശ്യമായ നടപടികളാണ് ഉണ്ടാകേണ്ടതെന്നും MLA സൂചിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുമെന്നും MLA സൂചിപ്പിച്ചു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, മോഹൻദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും MLAക്കൊപ്പം സന്നിഹിതരായിരുന്നു. കല്ലുവെട്ട് കോറി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവുന്ന തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയും അതുപോലെ തന്നെ ഭയമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇവിടുത്തെ ആളുകൾ പരാതി കൊടുക്കുകയും അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇവിടെ വന്ന് പരിശോധിക്കുകയും അതിനുശേഷം താലൂക്കിൽ നിന്ന് തഹസിൽദാർ അതിന്റെ റിപ്പോർട്ട് ജിയോളജിക്ക് കൊടുക്കുകയും ചെയ്തു. ജിയോളജി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ജനങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഇനി വെള്ളം നിന്ന് വലിയ അപകടമുണ്ടാകുമോ എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ആളുകളുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ദൂരീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവര് നിലവിൽ ലൈസൻസ്ഡ് ആയിട്ടാണ് പൊട്ടിക്കുന്നത്, ഇത് കട്ട് ചെയ്യുന്നതെങ്കിലും അതിൽ എത്രത്തോളം അധികം കട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. മാത്രമല്ല മണ്ണ് ഇതുപോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം നിന്ന് അത് കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ ഇത് പരിശോധിക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങളും നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട്. ചിങ്ങമാസത്തിലെ കല്യാണ തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ പുതിയ കതിർ മണ്ഡപം തയ്യാറാക്കി തുടങ്ങി. തെക്കേ നടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന് സമീപമാണ് മണ്ഡപത്തിന്റെ പണി തുടങ്ങിയത്. കോതച്ചിറയിലെ ശില്പി സുധീൽ കുമാറും സംഘവുമാണ് മണ്ഡപം സജ്ജമാക്കുന്നത്. ഗുരുവായൂരിൽ 4 വിവാഹ മണ്ഡപങ്ങളാണുള്ളത്. 5ാമത്തെ മണ്ഡപം നൽകണമെന്ന് ചെന്നൈയിൽ നിന്നുള്ള ഒരു വിശ്വാസി ദേവസ്വത്തെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മണ്ഡപം നിർമ്മിക്കാനുള്ള ചുമതല ശില്പി സുധീൽ കുമാറും സംഘത്തിനും ലഭിച്ചത്. കോതച്ചിറ സായി ടെമ്പിളിന്റെ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ ഏറ്റെടുത്തിട്ടുണ്ട്. ഗുരുവായൂരിലെ 4ാമത്തെ മണ്ഡപവും 2024 സുധീൽ കുമാറും സംഘവും തന്നെയാണ് നിർമ്മിച്ചത്. പുതിയ മണ്ഡപം നിലവിലുള്ള മണ്ഡപത്തിന്റെ അതേ മാതൃകയിലും വലിപ്പത്തിലുമാണ് പണിയുന്നത്. 1 മാസമായി 10 ജോലിക്കാർ ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആഞ്ഞിലിമരത്തിൽ 20 അടി പൊക്കത്തിലും 100 ചതുരശ്ര അടി വിസ്താരത്തിലുമാണ് മണ്ഡപം പണിയുന്നത്. സുധീൽ കുമാറിനൊപ്പം ചാമിക്കുട്ടി മംഗലാംകുന്ന്, സുരേന്ദ്രൻ ചേലക്കര, ശിവജിത്ത് ആൽത്തറ, മണി കട്ടിൽമാടം, ജയരാജ് കുറുപ്പത്തേതിൽ, സുധി കോതറ എന്നിവരാണ് മറ്റു പണിക്കാർ. ഓഗസ്റ്റ് 17 ചിങ്ങം 1 പുതിയ മണ്ഡപം സമർപ്പിക്കും. നിലവിൽ ഓഗസ്റ്റ് 23 ചിങ്ങമാസത്തെ ആദ്യ മുഹൂർത്തത്തിൽ 400ഓളം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ ഷീട്ടാക്കിയിട്ടുള്ളത്. പരുതൂർ സ്വദേശി അമൽ തെയ്യപ്പയുടെ ആദ്യ നോവലായ AB നെഗറ്റീവ് പുറത്തിറങ്ങി. പ്രശസ്ത കവി രാമകൃഷ്ണൻ കുമരനെല്ലൂർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പരുതൂർ പഞ്ചായത്തിലെ കുളമുക്ക് കൊഴിക്കുന്നാംപാറ ഫ്രണ്ട്സ് കൂട്ടായ്മ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് അമൽ തെയ്യപ്പയുടെ ആദ്യ നോവലായ AB നെഗറ്റീവിന്റെ പ്രകാശന ചടങ്ങ് നടത്തിയത്. കുളമുക്ക് LP സ്കൂളിൽ വെച്ചായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. പ്രശസ്ത എഴുത്തുകാരൻ രാമകൃഷ്ണൻ കുമരനെല്ലൂർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു.
എഴുത്തുകാരി ഉഷ സുധാകരൻ പുസ്തകം ഏറ്റുവാങ്ങി. വരയ്ക്കുകയും വരച്ചതിനപ്പുറം തോന്നിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പണിയാണ് ഏതൊരു കലാകാരനും ചെയ്യുന്ന പണി. കലാകാരൻ എന്ന് പറയുന്നത് സാഹിത്യകാരനും കലാകാരനാണ്. കല എന്ന പദത്തിന് സാഹിത്യവും ഉൾപ്പെട്ടതാണ്. നമ്മൾ ഒന്നും കൂടി അതിനെ ഇങ്ങനെ കലയും സാഹിത്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ EP രാജഗോപാലൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇലയടയെ പറ്റി പുസ്തക പ്രകാശന സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ല പലഹാരം പുസ്തക പ്രകാശന ചടങ്ങിന് കൊടുക്കാൻ പറ്റിയത് ഇലയടയാണ് എന്നാണ്. കാരണം അതിന് 2 കവറുണ്ട്. ഒരു പുസ്തകം പോലെയാണ് ഇലയട, അല്ലെ? അത് കവറിനുള്ളിലാണ് അതിന്റെ യഥാർത്ഥ വസ്തു ഇരിക്കുന്നത്. അത് പൊളിച്ച് ആസ്വദിച്ച് അതിന്റെ മണമൊക്കെ നുകർന്നതിന് ശേഷമാണ് അട തിന്നുന്നത്. അപ്പൊ ഈ അട ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും ഇത് തിന്നുന്നയാള് അത് കേമമായി എന്ന് പറയണമെന്നാണ് ആഗ്രഹം. പക്ഷെ അത് തിന്നുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് അത് ആസ്വദിക്കുന്നത് എന്നുള്ളത്. നമ്മളൊക്കെ ഓരോ പലഹാരം തിന്നുമ്പോഴും ഓരോ രീതിയിൽ അതിനെ ആസ്വദിക്കുന്നു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പട്ടാമ്പി താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗവുമായ KC അലി ഇക്ബാൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം AM ബിന്ദു, T സുധാകരൻ, PK ചെല്ലിക്കുട്ടി, M മോഹൻദാസ്, EP ശിവശങ്കരൻ, AP ശശി, K രാജൻ, സഫൂറ അൻവർ, അനിത, NM അനൂപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അനിൽ പുലാശ്ശേരി, PP സുബ്രഹ്മണ്യൻ, KP അനിൽകുമാർ, മനോജ് പരുതൂർ എന്നിവർ നയിച്ച നാടൻപാട്ടുമുണ്ടായിരുന്നു. KA വിജീഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കറുകപ്പുത്തൂർ ഏഴുമങ്ങാട് റോഡിൽ പെരിങ്കന്നൂരിൽ റോഡിലേക്ക് വീണ മരം തത്സമയം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ട് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. വ്യാഴാഴ്ചയാണ് പെരിങ്കന്നൂർ വായനശാലയ്ക്ക് സമീപം റോഡിലേക്ക് മരം പൊട്ടി വീണ വാഹന ഗതാഗതം തടസ്സപ്പെട്ടത്. വിവരമറിഞ്ഞ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ നിഖിൽ PP, 6ാം വാർഡ് മെമ്പർ MG രാജഗോപാലൻ, 17ാം വാർഡ് മെമ്പർ മണികണ്ഠൻ എന്നിവരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി. പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിൽ വെച്ചാണ് യുവജന റാലിയും പൊതുയോഗവും നടത്തുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത, വിദ്യാഭ്യാസാനുമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി. പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുമുണ്ടയിലാണ് യങ് ഇന്ത്യ ക്യാമ്പയിൻ ഒരുക്കുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4 മണിക്ക് യുവജന റാലിയോടെയാണ് പരിപാടി ആരംഭിക്കുക. കൊടുമുണ്ട വളവിൽ നിന്നും യുവജന റാലി ആരംഭിക്കും. മേലേക്ക് കൊടുമുണ്ടയിൽ നടക്കുന്ന പൊതുയോഗം രാജ്യസഭാ MP ഡോക്ടർ V ശിവദാസൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ എല്ലാ വർഷവും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15 ആഘോഷങ്ങളുടെ മാത്രം ഒരു വേദിയായി സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയല്ല ഡിവൈഎഫ്. രാജ്യത്തെ യുവജനങ്ങളുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ അതാത് കാലത്തെ പ്രയാസങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സമരവേദിയായിട്ടാണ് ആഗസ്റ്റ് 15 ഡിവൈഎഫ്ഐ കാണാറ്. ഈ ആഗസ്റ്റ് 15 കേരളത്തിൽ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യമാണ് ഇത്തവണത്തെ ആഗസ്റ്റ് 15 ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കുന്ന ആഗസ്റ്റ് 15 യങ് ഇന്ത്യ ക്യാമ്പയിൻ പട്ടാമ്പിയിൽ കൊടുമുണ്ടയിൽ വെച്ചാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്. മുതല പഞ്ചായത്തിലെ മേലെ കൊടുമുണ്ട സെന്ററിലാണ് യങ് ഇന്ത്യ ക്യാമ്പയിന്റെ പൊതുയോഗം സംഘടിപ്പിക്കപ്പെടുന്നത്. പൊതുയോഗത്തിന് മുമ്പായി യുവജന റാലി പഴയ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് യുവജന റാലി സംഘടിപ്പിക്കപ്പെടും. യുവജന റാലിയിൽ 1000 യുവജനങ്ങളാണ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി കേന്ദ്രീകരിച്ച് പങ്കെടുക്കും. ആ യുവജന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുയോഗത്തിൽ രാജ്യസഭാ MPയും SFIയുടെ പഴയ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള സഖാവ് ഡോക്ടർ V ശിവദാസൻ ആ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന നിലയിൽ ചില ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ലോകകപ്പ് ഫുട്ബോൾ പ്രവചന ഫ്രീ കിക്ക് മത്സര വിജയികളെ ചടങ്ങിൽ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M ശങ്കരൻകുട്ടി, കൺവീനർ N നീരജ്, ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി PR രജീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K റോഷൻ,
ബ്ലോക്ക് കമ്മിറ്റി അംഗം KB വിപിൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. രാജ്യത്ത് യുവജനതയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രാജ്യ തലസ്ഥാനത്ത് വലിയൊരു പോരാട്ടം നടത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏകദേശം 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അവരുടെ ഭാവി ജീവിതം ഒരു വലിയ തോതിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ അവരുടെ ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് ഉത്തരവാദികളായവർക്കെതിരായ അതിശക്തമായ പോരാട്ടമാണ് നടന്നു കഴിഞ്ഞത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കുറച്ചു കാലമായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ദംശനം, അതുപോലെ തന്നെ വർഗീയമായ ചേരിതിരിക്കല്, ഭരണഘടന തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ, ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ചില ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറി. ജനാധിപത്യം വലിയ തോതിൽ അപകടപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് ഇത്തവണ യുവജനങ്ങളും വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും എല്ലാ വിഭാഗവും വലിയ സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചാലിശ്ശേരി കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. കഴിഞ്ഞ ദിവസം രാവിലെ 5 മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് പാലക്കാട്ടിരി ജയൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി, ധനേഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പിതൃക്കളുടെ സ്മരണ പുതുക്കി ബലിതർപ്പണം നടത്താനെത്തിയവർക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ആഘോഷ കമ്മിറ്റി, മഹാദേവ ക്ഷേത്ര മാതൃസമിതി എന്നീ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. കട്ടിൽമാടം ഗംഗോത്രി ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ചാത്തംകുളം പരിസരത്ത് കർക്കിടക വാവ് ബലിതർപ്പണം നടത്തി. MP ഉണ്ണിശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. BV നാരായണനുണ്ണി, ബിജേഷ്, അരവിന്ദാക്ഷൻ, രാജേഷ്, കനകദാസ്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ബലിതർപ്പണത്തിന് നിരവധി ആളുകളെത്തി. എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.